എത്ര വലിയ വില്ലനെയും മോഹൻലാൽ അടിച്ചിരുന്ന കാലത്ത് ആ സിനിമയിൽ അയാളെ എങ്ങനെ പ്രസന്റ് ചെയ്യുമെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലാൽ മലയാളികൾക്ക് എക്കാലവും ഓർത്തിരിക്കാൻ ഒരു പിടി മികച്ച സിനിമകൾ സമ്മാനിച്ചവരാണ് സിദ്ദീഖ് ലാൽ കോംബോ. ഫാസിലിന്റെ സംവിധാന സഹായിയായി സിനിമാ ലോകത്തേക്ക് കടന്നുവന്ന ഇരുവരും റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകരായത്. പിന്നീട് കാബൂളിവാല, വിയറ്റ്നാം കോളനി, ഗോഡ് ഫാദർ തുടങ്ങി മികച്ച സിനിമകൾ അണിയിച്ചൊരുക്കി. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ലാൽ. ഗോഡ് ഫാദറിന് ശേഷം സിദ്ദീഖും താനും ഒന്നിച്ച് ചെയ്ത ചിത്രമായിരുന്നു അതെന്ന് ലാൽ പറഞ്ഞു. മോഹൻലാൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയമായിരുന്നു അതെന്നും ആക്ഷൻ ഹീറോ പരിവേഷം മോഹൻലാലിനെ ഉണ്ടായിരുന്നെന്നും ലാൽ കൂട്ടിച്ചേർത്തു. ഏത് ഭാഷയിൽ നിന്ന് വില്ലനെ കൊണ്ടുവന്നാലും അവരെയെല്ലാം മോഹൻലാൽ അടിച്ചിരുന്ന കാലമായിരുന്നു അതെന്നും കഥയിലത് വലിയൊരു പ്രശ്നമായി നിന്നെന്നും ലാൽ പറയുന്നു. ഇരുമ്പ് ജോൺ, വട്ടപ്പള്ളി, റാവുത്തർ എന്നിങ്ങനെ 3 വില്ലന്മാരെ ഉണ്ടാക്കിയെങ്കിലും മോഹൻലാൽ എന്ന സ്റ്റാർ അവരെ അടിച്ചിടുമെന്ന് പ്രേക്ഷകർ ആദ്യമേ ധരിച്ചു വെക്കുന്ന അവസ്ഥയായിരുന്നെന്ന് ലാൽ കൂട്ടിച്ചേർത്തു. ചെറിയ വരയുടെ അടുത്ത് മറ്റൊരു വര വരച്ച് അതിനെ ചെറുതാക്കുന്ന ടെക്നിക്കാണ് പിന്നീട് ചെയ്തതെന്നും അങ്ങനെയാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തെ അഗ്രഹാരത്തിലെ ചെറുപ്പക്കാരനാക്കി അവതരിപ്പിച്ചതെന്ന് ലാൽ പറഞ്ഞു. അതിനെ ബലപ്പെടുത്താൻ ഒരു ടൈറ്റിൽ സോങ് കൂടി വെച്ചപ്പോൾ പ്രേക്ഷകർ കൺവിൻസ്ഡ് ആയെന്നും ലാൽ പറയുന്നു. അമൃത ടിവിയോട് സംസാരിക്കുകയായിരുന്നു ലാൽ. ഗോഡ് ഫാദറിന്റെ വൻ വിജയത്തിന് ശേഷം ഞാനും സിദ്ദീഖും ചെയ്ത പടമായിരുന്നു വിയറ്റ്നാം കോളനി. ആ സമയത്ത് മോഹൻലാൽ വലിയ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയമായിരുന്നു. ഒരു ആക്ഷൻ ഹീറോ പരിവേഷം പുള്ളിക്കുണ്ടായിരുന്നു. ഏത് ഭാഷയിൽ നിന്ന് വില്ലനെ കൊണ്ടുവന്നാലും അവരെയെല്ലാം മോഹൻലാൽ അടിച്ചിരുന്ന കാലമായിരുന്നു. അതിപ്പോൾ തമിഴിൽ നിന്നായാലും തെലുങ്കിൽ നിന്നായാലും ഹിന്ദിയിൽ നിന്നായാലും അതായിരുന്നു അവസ്ഥ. ഇരുമ്പ് ജോൺ, വട്ടപ്പിള്ളി, റാവുത്തർ എന്നിങ്ങനെ 3 വില്ലന്മാരെ പടത്തിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പുറത്ത് മോഹൻലാൽ ആയതുകൊണ്ട് ആദ്യമേ പുള്ളി അവരെ അടിച്ചിടുമെന്ന് ഓഡിയൻസിന് ബോധ്യമുണ്ടായിരുന്നു. അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ആലോചിച്ചപ്പോൾ അടുത്ത് ഒരു വര വരച്ച് അതിനെ ചെറുതാക്കുന്ന ടെക്നിക് ഇവിടെ പ്രയോഗിച്ചു. മോഹൻലാലിനെ അഗ്രഹാരത്തിലെ ആളാക്കി പ്രസന്റ് ചെയ്തു. ആ ടൈറ്റിൽ സോങ് അതിനെ നല്ല രീതിയിൽ സഹായിച്ചു, ലാൽ പറഞ്ഞു.